വ്യക്തതയോട് ചോദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചെന്ന് മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായോ? ആര് നിങ്ങൾ എല്ലാവരും മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വേറെ ആളും പറഞ്ഞു ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. മുസ്ലിം ലീഗും സമസ്തയിലെ ലീഗ് വിരുദ്ധരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖലി തങ്ങളുടെ വസതിയിൽ ചർച്ച നടന്നിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഉമർ ഫൈസി മുക്കം, അമ്പലക്കാട് ഹമീദ് ഫൈസി തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ, ആ പ്രസ്താവനകളിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് ഇതേക്കുറിച്ച് പിന്നീട് ലീഗ് നേതാക്കൾ പറഞ്ഞത്. എന്നാൽ ഒരു ഖേദവും പ്രകടിപ്പിച്ചിട്ടില്ല, ഖേദം അല്ലാഹുവിനോട് മാത്രമേ പ്രകടിപ്പിക്കൂ എന്നാണ് ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചത്. സമവായമായി പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു എന്ന്. എന്നാൽ ഒന്നും തീർന്നിട്ടില്ല, വീണ്ടും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. തർക്കം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നോട് ഖേദം പ്രകടിപ്പിച്ചു, ആ ഖേദം എന്നോട് മാത്രം പ്രകടിപ്പിച്ചാൽ പോരാ, പൊതുസമൂഹത്തോടും ഖേദം പ്രകടിപ്പിക്കണമെന്ന് തന്നെ വന്ന് കണ്ടവരോട് പറഞ്ഞു എന്നാണ് പാണക്കാട് സാദിഖലി തങ്ങൾ പറയുന്നത്. അതുതന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. ചർച്ചയുടെ അന്തസത്തയോട് നീതി പുലർത്തിയില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അപ്പോൾ ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അന്തസത്ത, അതിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്ന അന്തസത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രസ്താവനകൾ, അത് മുക്കം വയസ്സിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അമിത് വയസ്സിൻ്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ, അത് തങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല അത് എന്നോട് പറഞ്ഞിട്ട്, അതാണ് തങ്ങൾ പറഞ്ഞത്, എന്നോട് പറയലല്ലോ, അത് പൊതുപ്രസ്താവന വന്നതല്ലേ. അത് നിങ്ങൾ പിന്നെ ഇവിടുന്ന് ഇവിടെ പത്രങ്ങളാരും നല്ല ഉണ്ടായിരുന്നില്ല, നമ്മളാർക്കോട്ട് അതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല. അത് അവർ തന്നെ മാന്യമായിട്ട് പുറത്ത് വരേണ്ടതാണ്. പുറത്ത് വന്ന ഒരു പ്രസ്താവനക്ക് പിന്നെ മറുപടി പുറത്ത് പറയണമല്ലോ, എന്നാലല്ലേ നാട്ടുകാരെ അറിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ ആ ധരണിയിലാണ് പിരിഞ്ഞത്. അത് മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ പിന്നെ ഖേദ പ്രകടനം എന്ന് പറയുന്നത്. അതവർ പറയുകയും ചെയ്തു, അത് ഞങ്ങൾ പുറത്ത് പറയാമെന്നുള്ള ധാരണയിലാണ് പോയത്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് പാണക്കാട് സാദിഖലി തങ്ങളും സംസാരിച്ചത്. അദ്ദേഹവും പറഞ്ഞത് ചർച്ചയുടെ അന്തസത്തയോട് നീതി പുലർത്തിയില്ല തന്നെ വന്ന് കണ്ടവർ എന്ന്. അവർ പത്രസമ്മേളനം നടത്തി, പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ, അതായത് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം. പക്ഷെ അവരുടെ സംസാരത്തിൽ അത്തരമൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിളിച്ചിട്ടാണ് പോയത് ലീഗ് വിരുദ്ധർ എന്നാണ് ഉമർ ഫൈസി മുക്കം, ഹമീദ് ഫൈസി അമ്പലക്കാടും പറയുന്നത്. അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിളിച്ചിട്ട് പോയി സംസാരിച്ചതിന് ശേഷവും തങ്ങളെ പരസ്യമായി അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത് എന്നാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. മാപ്പല്ല, ഖേദം പോലും പ്രകടിപ്പിച്ചില്ല എന്നാണ് ഉമർ ഫൈസി മുക്കം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, ആ തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. അത് മാത്രമാണ് യോഗത്തിൽ നടന്നത് എന്ന് അമ്പലക്കടവും കൃത്യമായി പറഞ്ഞു വെക്കുന്നു മാധ്യമപ്രവർത്തകരോട്. ഉമർ ഫൈസി മുക്കം ഖേദം അല്ലാഹുവിനോട് മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ, വേറൊരാളോടും പ്രകടിപ്പിക്കുകയില്ല എന്ന് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തത്. ആ വാക്കുകൂടി നമുക്ക് കേൾക്കാം. നമ്മൾ തങ്ങൾക്ക് വിഷമുണ്ടായ വിഷയങ്ങളുടെ ഒരു വിശദീകരണം കൊടുത്തു. അത് തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽ കൂടെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത്. പിന്നെ കാര്യമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിങ്ങൾ ചാനലുകാർ തന്നെയാണ്. ചാനലുകാർ കൊടുത്തതാണ് ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടായത്. പ്രസ്താവനയ്ക്ക് ഖേദം പ്രകടിപ്പിക്കുകയാണോ ചെയ്തത്? ആര്, നമ്മളോ? അങ്ങനെ ഖേദത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാൽ തീർന്നില്ലേ, എത്രയല്ലേ ഉള്ളൂ. തുറന്നു പറയാം. ഒരു വ്യക്തതയോട് ചോദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചെന്ന് മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായോ? ആര്? മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ വേറെ ആളും പറഞ്ഞു ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചു, തർക്കമായി തുടരുകയാണ്.
ലീഗ് വിരുദ്ധരെ സമവായത്തിന് കൊണ്ടുപോയത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുസ്ലിം സമുദായത്തിലെ ആദരണീയനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന രൂപത്തിലാണ് മുസ്ലിം ലീഗ് പെരുമാറിയത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ട് എങ്കിൽ അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അറിയിക്കാമായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വീണ്ടും ഇടപെട്ട് പ്രശ്നത്തിൽ മാറ്റം വരുമായിരുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് തന്നെ എന്തുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിച്ചില്ല എന്ന് ചോദിക്കാമായിരുന്നു. അതൊന്നും പറയാതെയും ചോദിക്കാതെയും മാധ്യമങ്ങളെ കണ്ട് ഖേദം പ്രകടിപ്പിച്ചില്ല, എന്നോട് ഖേദം പ്രകടിപ്പിച്ചു, എന്നോട് മാത്രം ഖേദം പ്രകടിപ്പിച്ചാൽ പോരാ, ജനങ്ങളോട് പറയണം, പൊതുസമൂഹത്തോട് പറയണമെന്ന് അവരോട് നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശം പാലിച്ചില്ല എന്നാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. എന്ന് വെച്ചാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലും അപമാനിക്കുന്ന രീതിയിൽ, ആക്ഷേപിക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പെരുമാറിയത് എന്ന വികാരമാണ് മുസ്ലിം ലീഗിലെ ലീഗ് വിരുദ്ധരിൽ ഇപ്പോഴുള്ളത്. അവർ വീണ്ടും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് എതിരെ ആഞ്ഞടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.